ഹലോ കൂട്ടുകാരെ, ഈ പുതിയ എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളിലിരിക്കുന്ന എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കുഞ്ഞൻ ഹീറോയെക്കുറിച്ചാണ്. അതെ, കമ്പ്യൂട്ടർ മൗസ്. ഇത് ശരിക്കും നമ്മുടെ പഠനവും മറ്റു കാര്യങ്ങളുമൊക്കെ എത്രത്തോളം എളുപ്പമാക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? സ്ക്രീനിനുള്ളിലെ ആ വലിയ ഡിജിറ്റൽ ലോകത്തോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളും സ്ക്രീനിലെ ആ ലോകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാന്ത്രിക വടിയാണ് മൗസ് എന്ന് പറയാം. നിങ്ങളുടെ കൈകളുടെ ചെറിയ അനക്കം പോലുമല്ലേ അത് സ്ക്രീനിൽ കൃത്യമായി കാണിക്കുന്നത്? എന്താണ് ശരിക്കും ഈ മൗസ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാനും അതുമായി സംസാരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണമാണിത്. ഈ ഒരു ചെറിയ സാധനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗം എത്ര ബുദ്ധിമുട്ടായനെയെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനി ഈ മൗസിനെക്കുറിച്ചുള്ള വളരെ സർപ്രൈസിംഗ് ആയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് രസകരമായ വസ്തുതകളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നോ? ഈ മൗസിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റിന്റെ പേരാണ് മിക്കി. അതെ, നമ്മുടെ സ്വന്തം കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് തന്നെ. കമ്പ്യൂട്ടർ ലോകത്തെ വളരെ ക്യൂട്ടായ ഒരു പേരിടലല്ലേ ഇത്? ഇനി ഇതിന്റെ ചരിത്രം നോക്കിയാലോ? കമ്പ്യൂട്ടർ മൗസ് എന്ന ആ വലിയ ഐഡിയ ആദ്യമായി വികസിപ്പിച്ചെടുത്തത് സിറോക്സ് സ്പാർക്ക് എന്ന കമ്പനിയാണ്. പക്ഷേ ഇത് ആളുകൾക്കിടയിൽ ഇത്രയും പോപ്പുലറാക്കിയതും മാർക്കറ്റിലെത്തിച്ചതും ആപ്പിളാണെന്ന് മാത്രം. ഐഡിയ ഒരാളുടേത്, പക്ഷെ അത് സ്മാർട്ടായി ജനങ്ങളിലേക്ക് എത്തിച്ചത് മറ്റൊരാൾ. നിങ്ങളെ മൗസ് അനക്കുമ്പോൾ സ്ക്രീനിൽ അനങ്ങുന്ന ആ ചെറിയ ആരോ മാർക്ക് കണ്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ കഴ്സർ എന്ന് വിളിക്കുന്നത്. സ്ക്രീനിൽ എവിടെയാണ് അടുത്തതായി ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ചിഹ്നമാണിത്. ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിനുള്ളിലെ നിങ്ങളുടെ സ്വന്തം ഡിജിറ്റൽ കൈ തന്നെയാണ് ഈ കഴ്സർ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ആ കൊച്ചു കൊച്ചു ചിത്രങ്ങളെ നമ്മൾ ഐക്കൺ എന്നാണ് വിളിക്കുന്നത്. ഓരോ ഐക്കണും ഓരോ ആപ്പുകളെയോ ഫയലുകളെയോ ആണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിജിറ്റൽ കൈ, അതായത് കഴ്സർ ഉപയോഗിച്ചാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഐക്കണുകളുമായി നമ്മൾ ഇടപെടുന്നത്. നിങ്ങൾ വയർലെസ് മൗസ് ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ കേട്ടോളൂ. ഭൂരിഭാഗം വയർലെസ് മൗസുകളും വർക്ക് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചാണ്. ഒരു കേബിളും ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അദൃശ്യ മാന്ത്രിക വിദ്യ തന്നെയാണിത്. ഓക്കെ, അപ്പം മൗസിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് മൗസിലെ പ്രധാന ആക്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായും 5 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക്, ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, സിംഗിൾ റൈറ്റ് ക്ലിക്ക്, പിന്നെ സ്ക്രോളിംഗ്. ഈ 5 കാര്യങ്ങൾ സെറ്റാക്കിയാൽ പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കോൺഫിഡൻസ് ആയിരിക്കും, തീർച്ച. ഇതിൽ ആദ്യത്തേതാണ് സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക്. പേരുപോലെ തന്നെ മൗസിന്റെ ഇടത്തെ ബട്ടണിൽ ഒറ്റത്തവണ ക്ലിക്ക് ചെയ്യുന്നതാണിത്. സ്ക്രീനിലെ ഒരു ഫയലോ ഐക്കണോ സെലക്ട് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് വേണ്ട ഒന്നിനെ മാത്രം ലൈറ്റ് അടിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് പോലെയാണിത്. രണ്ടാമത്തെ ആക്ഷൻ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക്. ലെഫ്റ്റ് ബട്ടണിൽ വേഗത്തിൽ 2 തവണ ക്ലിക്ക് ചെയ്യുന്ന രീതി. ഒരു ഫയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പോ തുറക്കാനുള്ള ഒരു മാജിക് താക്കോലാണ് ഈ ഡബിൾ ക്ലിക്ക്. ഇത് ചെയ്യുമ്പോഴാണ് ആപ്പുകൾ സ്ക്രീനിൽ ഓപ്പണായി വരുന്നത് തന്നെ. അടുത്തത് വളരെ രസകരമായ ഒരു ആക്ഷനാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. സ്ക്രീനിലെ ഒരു സാധനം ഒരിടത്ത് നിന്നെടുത്ത് വേറൊരിടത്തേക്ക് മാറ്റാനാണ് ഇതിന്റെ ഉപയോഗം. നിങ്ങൾ കൈകൊണ്ടൊരു ബുക്കെടുത്ത് വേറൊരു മേശപ്പുറത്തേക്ക് വെക്കുന്നത് പോലെ തന്നെ. ഫയലിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ബട്ടൺ വിടാതെ അമർത്തിപ്പിടിച്ച് മൗസ് നീക്കിയാൽ മതി. നാലാമത്തേത് സിംഗിൾ റൈറ്റ് ക്ലിക്ക്. വലത്തെ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഒരു കോണ്ടെക്സ്റ്റ് മെനു തുറന്നുവരും. അതായത് ഒത്തിരി ഓപ്ഷനുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യ മെനു തുറക്കുന്നത് പോലെയാണിത്. നമ്മൾ ഏത് ഫയലിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ മെനുവിലെ വിവരങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇനി അവസാനത്തെ ആക്ഷൻ സ്ക്രോളിംഗ്. മൗസിലെ ആ 2 ബട്ടണുകൾക്കും നടുവിലുള്ള ആ ചെറിയ ചക്രം കണ്ടിട്ടില്ലേ? നീളമുള്ള വെബ് പേജുകളോ ഡോക്യുമെന്റുകളോ വായിക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും പോകാൻ ആ വീലൊന്ന് കറക്കിയാൽ മാത്രം മതി. നമ്മൾ പുസ്തകത്തിലെ പേജുകൾ മറിക്കുന്നത്ര എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൗസ് കാരണം കമ്പ്യൂട്ടർ ഉപയോഗം എത്രത്തോളം സിമ്പിളായെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഒരുപാട് കോഡുകൾ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടുന്നതിനു പകരം വെറുമൊരു ക്ലിക്കിലൂടെ കമ്പ്യൂട്ടറിനോട് സന്തോഷത്തോടെ സംസാരിക്കാൻ ഈ ചെറിയ ഉപകരണം നമ്മളെ സഹായിക്കുന്നു. ഈ എക്സ്പ്ലെയിനർ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം.
എന്നൊരു ചെറിയ മൗസ് കാരണം കമ്പ്യൂട്ടർ ഉപയോഗം ഇത്രയും എളുപ്പമായെങ്കിൽ ഭാവിയിൽ നമ്മൾ കമ്പ്യൂട്ടറുകളുമായി സംസാരിക്കുന്നതെങ്ങനെയായിരിക്കും? ഒരുപക്ഷെ നമ്മുടെ വെറും നോട്ടം കൊണ്ടോ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടോ ഒക്കെ സിസ്റ്റം വർക്ക് ചെയ്യുന്നൊരു കാലം വരുമോ? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. മൗസിനെക്കുറിച്ചുള്ള ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കാണാം.